വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മ ഓൾഡ് ഫാഷൻ ഇഞ്ചി അച്ചാർ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ്. പുളിയെടുത്ത് വെള്ളത്തിൽ ആദ്യമേ നമുക്ക് എണ്ണയിൽ ഇത് ഇഞ്ചി പിന്നെ കൊച്ചുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ വെളുത്തുള്ളി അച്ചാമ്മയാണ് ഉണ്ടാക്കുന്നത്. കണ്ട അച്ചാമ്മയാണ് ഇത്. ചുമ ഇങ്ങോട്ട് നോക്കേ. എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി ഇത്രയും എണ്ണക്കകത്ത് മൂക്കുന്നു. നമ്മളത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി എണ്ണയിൽ മൂക്കുന്നു. എന്തിനെണ്ണ ഏത്? വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ചേരുമ്പോ അതങ്ങ് ചെയ്യാം. പക്ഷെ എടി അതിന് ഉപ്പിട്ടോ നോക്കടി. നോക്കേ അതവിടെ ഇരിപ്പുണ്ട്. ആ പുളി എടുത്തിട്ട് ചൂട് വെള്ളത്തിലിടും. ഇനി അത് നല്ലോണം ഒന്ന് വാടി വരട്ട്. ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ ആക്കാം കേസ്. ഇടുന്നതൊക്കെ നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ട്. കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇട്ട് ഇളക്കാം. ഇതിലാവുമ്പോഴേ പെട്ടെന്ന് ശരിയാവും. സ്റ്റൗവിലാണെങ്കിൽ നമ്മുടെ സ്റ്റൗ തീരും കേസ്. സ്റ്റൗവിൽ ഒത്തിരി ഗ്യാസ് മതി. അതാണ് ഇഞ്ചി നോക്കണം. ഒത്തിരി അടുപ്പിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? പുളി എടുത്ത് വെള്ളത്തിലിട്ടോ? എടുത്തിട്ടെന്ന് ഉണ്ട്. പുളിയും കൂടെ എടുക്കാം ഗൈസ്. പുളി വെള്ളത്തിലിടണം. ഇത്ര വേണോ? ഇത്രയും പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഹായ് എന്ന് പറ. ഹായ് ഗൈസ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം എല്ലാരും. എന്തോന്ന് ചെയ്യണമെന്ന്? ഹായ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എല്ലാരും ചെയ്യണം ഗൈസ്. വെൽക്കം. താങ്ക് യു.
ബൈ. ഗേസ് നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പൊടിച്ച് വെച്ചേക്കുവാണ് മിക്സിയിലിട്ട്. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, ഇതിലെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് കയറട്ടെ. മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിലോട്ട് നമ്മൾ ആ ജാറിലിരിക്കുന്ന ആ ഇഞ്ചി അരച്ചത് ഇട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൊണ്ട് ഇത് പുളിവെള്ളമാണ്. പുളിവെള്ളം പിഴിഞ്ഞ് ആ ജാറിനകത്തോട്ട് ഒഴിച്ച് അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ. ഇത് നമുക്ക് കുറച്ച് പറ്റിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇത് പറ്റിച്ചെടുക്കണം. കുറച്ച് നേരം അടുപ്പിൽ കിടന്ന് നല്ല രീതിക്ക് പറ്റണം. ഇപ്പം കറക്റ്റായി. കേസ് നമ്മളിവിടെ കടുക് വറുക്കുവാണ് ഇഞ്ചിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇഞ്ചിക്കറിക്ക് വറ്റൽമുളക് ഇട്ട് ആരാ എന്ത് അതാ അതിലോട്ട് കടു ഇട്ട് കടു. അങ്ങനെ നമ്മുടെ ഇഞ്ചി കറി തിളച്ച് റെഡി ആവട്ടെ. പറ്റണം അത് നല്ല രീതിക്ക്, നല്ല റെഡി ആവത്തുള്ളൂ. യെസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ശരി.